അമേരിക്കൻ മലയാളികൾ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് സീരിയലുണ്ട്. അത് പലരും കണ്ടു കാണും, പക്ഷെ കാണാത്തവരും ഇനി കാണാതിരിക്കരുത്. ഒരു സൂപ്പർ ഹിറ്റ് സീരിയലാണ്, ഞാൻ കണ്ടു, എനിക്കിഷ്ടമായി. മല്ലുവാണ് താരം. മല്ലു എന്ന് പറഞ്ഞാൽ അറിയാലോ മലയാളികൾ, അപ്പോൾ മലയാളിയാണ് താരം. അപ്പോൾ അതിൽ ഏത് താരമാണെന്നുള്ളത് നിങ്ങൾ കാണാൻ മറക്കരുത്. നിങ്ങളുടെ കൈരളി TV-യിൽ മല്ലുവാണ് താരം. വെൽക്കം ബാക്ക്. മീര, അടുത്ത എന്താ പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന് ഗസ് ചെയ്യാമോ? നമ്മൾ ഒരു മാസമായിട്ട് അമേരിക്ക ടുഡേ പ്ലേ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഇപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനേ സമയമുള്ളൂ. സംശയം എന്താ? മല്ലുവാണ് താരം. ഫേസ്ബുക്കിലും ട്വിറ്ററുമെല്ലാം ഇതിനെക്കുറിച്ചേ പറയാനുള്ളൂ. മേരിക്കുഴിയുടെയും തോമസ് കുഴിയുടെ മനപ്പ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത്. എന്നൊക്കെ ഗുലുമാലാണ് അവർ ഈ ആഴ്ച കാണിച്ചു കൂട്ടാൻ പോകുന്നത്. എനിക്ക് കാണണം. നിനക്കോ? ഓഫ് കോഴ്സ്. എന്നാൽ നമുക്ക് കാണാം. നിങ്ങളും കാണാൻ കാത്തിരിക്കുന്ന മല്ലുവാണ് താരം. മല്ലു 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 മല്ലുവാണ് താരം, മല്ലുവാണ് താരം. മല്ലു മല്ലു അപ്പച്ചൻ അറിഞ്ഞോ ലോകം അവസാനിക്കാൻ പോകുന്നു? ഇതെന്നടാ നിനക്ക് പെട്ടെന്ന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു? അതല്ല അപ്പച്ച, ദേ മെയ് 21 ലോകം അവസാനിക്കുമെന്ന് കാലിഫോർണിയയിലുള്ള ഒരു പാസ്റ്റർക്ക് വെളിപാടുണ്ടായിരിക്കും. ദേ അപ്പച്ചനെ ഒന്ന് വായിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലെന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പുതിയ പ്രവചനമൊന്നുമല്ല. ലോകാവസാനത്തെക്കുറിച്ചും അന്തിക്രിസ്തുവിൻ്റെ വരവിനെ പറ്റിയും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുമെല്ലാം ക്രിസ്തീയ മതക്കാരും പലതരം അവതാരങ്ങളെപ്പറ്റി ഇതര മതക്കാരും നൂറ്റാണ്ടുകളായി പ്രവചിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാ. നിനക്കറിയാമോ? അപ്പച്ച ഇതങ്ങനൊന്നുമല്ല. ഞാൻ ഈ പാസ്റ്ററിനെ കുറിച്ച് ഇന്റർനെറ്റിലൊരു സെർച്ച് നടത്തി. ഇയാൾ മോശക്കാരനൊന്നുമല്ല. നിനക്കറിയാമോ 2000 അന്തിക്രിസ്തു വരുമെന്ന് ആരോ പ്രചരിപ്പിച്ചത് വിശ്വസിച്ച് ഭൂമിയിൽ ഇറക്കുന്നതിന് മുമ്പേ വെടിവെച്ച് വീഴ്ത്താൻ ഓട്ടോമാറ്റിക് റൈഫിളുമായി ഗോലൻ താഴ്വരയിൽ ആൾക്കാർ കാത്തിരുന്ന കാര്യം ഞാൻ പലരുമായും സംസാരിച്ചു. ഏതായാലും ജനങ്ങളെല്ലാം ഭയങ്കര പേടിയില്ല. ഇടാ ഇതിൻ്റെയൊക്കെ പിന്നിൽ വൻ തട്ടിപ്പുകളാണ്. നിനക്കറിയാമോ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം? 5.5 വർഷം കഴിഞ്ഞ് ലോകം അവസാനിക്കുമെന്നും അതിനു മുമ്പ് ഭൂമിയെ ഒരു മഹാ അന്ധകാരം മൂടുമെന്നും ഒക്കെ പറഞ്ഞ് ഒരു രാത്രിയിൽ ദിവ്യദർശനമുണ്ടായി. അതിൽ വിശ്വസിച്ച് ജനം ഭയന്ന് ടോർച്ചും മറ്റും അന്ന് പ്രചാരത്തിലില്ലായിരുന്ന കാരണം വലിയ ചൂട്ടുകറ്റുമൊക്കെ തയ്യാറാക്കി അന്ധകാരത്തെ നേരിടാൻ തയ്യാറായിട്ടിരുന്നു. ലോകാവസാനത്തിൽ വിശ്വാസികളെല്ലാം കൂട്ടത്തോടെ അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നും സ്വർഗത്തിൽ സ്വർണത്തേക്കാൾ തിണക്കമുള്ള ആഭരണങ്ങളെല്ലാം ദൈവം തമ്പുരാൻ വിശ്വാസികൾക്കായി കരുതി വെച്ചിട്ടുണ്ടെന്നും ജനം വിശ്വസിച്ചു. അതിനാൽ എല്ലാ വിശ്വാസികളും സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിക്കണമെന്ന് പ്രവാചകൻ വീണ്ടും പ്രവചിച്ചു. അപ്പച്ചൻ ഇത് കാര്യമായി പറയുന്നതാണോ, അതോ വിശ്വാസികളെ സാധാരണ കളിയാക്കി പറയുന്ന മാതിരി പറയുന്നതാണോ? അല്ല മോളെ, പ്രായമായ പലരോട് ചോദിച്ചാലും ഈ കഥ പറയും. ചുരുക്കത്തിൽ ശുദ്ധാത്മാക്കളെ ഒട്ടേറെ വിശ്വാസികൾ ആഭരണങ്ങളെല്ലാം ദൈവൻ്റെ മുന്നിൽ ഉപേക്ഷിച്ചു. പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് ആഭരണങ്ങൾ സൂക്ഷിക്കാനുള്ള അവകാശമെന്ന് അദ്ദേഹം വീണ്ടും വെളിപാടിലൂടെ വെളിപ്പെടുത്തി. തന്നെയുമല്ല, കള്ളം പറയുന്നവർ ശിക്ഷാവിധിക്ക് വിധേയരാകുമെന്ന് ഭയപ്പെടുത്തുകയും ചെയ്തു. അതല്ല പച്ച, സ്ത്രീകൾ സഹിതം എല്ലാവരും ഇതങ്ങ് വിശ്വസിച്ചോ? എൻ്റെ മോളെ, നിഷ്കളങ്കരായ കുറേ മനുഷ്യരാണല്ലോ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത്. അവസാനം ദിവ്യൻ്റെ ഒരു സ്വന്തക്കാരി പാപമില്ലാത്തവളെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട്
സ്വർണത്തിൻ്റെ കാവൽക്കാരിയായി സ്വയം പ്രത്യക്ഷപ്പെട്ടു. പാവജനങ്ങൾ വലിയ ചൂട്ടുകറ്റയുമൊക്കെ ശേഖരിച്ച് ഇങ്ങനെ കാത്തിരിപ്പ് തുടർന്നു. ദിവ്യൻ വലിയ കൊട്ടാരതുല്യമായ വീടൊക്കെ പണിത് വലിയ ടോർച്ച് ലൈറ്റും എമർജൻസി ലാമ്പുമൊക്കെയായി പകൽ വെളിച്ചത്തിൽ സുഖമായി ജീവിച്ചു. എന്നിട്ട് ഈ 5.5 വർഷം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാതിരുന്നപ്പോഴേ ഈ ആഭരണം നഷ്ടപ്പെട്ടവരെല്ലാം മിണ്ടാതിരുന്നു. എൻ്റെ മോളെ 5.5 വർഷമെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ വർഷക്കണക്കല്ല, സ്വർഗത്തിലെ വർഷക്കണക്കാണെന്നും ആ കണക്കിന് 5.5 വർഷം തികയാൻ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ദിവ്യൻ പുതിയ വ്യാഖ്യാനം നൽകി. കാലം മാറിയപ്പോൾ ചൂട്ടുകറ്റയ്ക്ക് പകരം ജനറേറ്ററും മറ്റുമായി ഇന്നും പലരും കാത്തിരിക്കുന്നു. ശുദ്ധാത്മാക്കൾ. അയ്യോ, മെയ് 21-ന് 2 ആഴ്ച പോലും ബാക്കിയില്ലല്ലോ. എൻ്റെ കൊച്ചു തിരുമേനി, കഴിഞ്ഞ 2 ആഴ്ച ഓവർ ടൈം ചെയ്തതിൻ്റെ പേച്ചക്ക് കിട്ടുന്നതിന് മുമ്പേ എല്ലാം കഴിയുമല്ലോ ഭർത്താവേ. ശോ, ഇനി എന്തായാലും ഞാൻ ഓവർ ടൈമിനൊന്നും പോകുന്നില്ല. വെറുതെ എന്നാത്തിന് നടുവടിക്കണം. ഇനിയിപ്പോൾ നമ്മൾ എന്തോത്തിന് കരുതി വെക്കാനാ? നിൻ്റെ 401 കയ്യിലേ കിടക്കുന്ന കാശൊക്കെ നമുക്കിങ്ങ് എടുക്കാം. ഞാൻ പണ്ട് ജോലി ചെയ്തതിൻ്റെ വല്ലതും ഇച്ചിരി എൻ്റേതും കാണും, അതും ഇങ്ങ് എടുക്കാം. ഉണ്ടുണ്ട്. ആ 4ഉം ആ 1ഉം കൂടെ അങ്ങ് മാറ്റിയാലേ നടുക്കുള്ള വലിയ വട്ടപ്പൂജ്യം. ജോലിയും വിലയുള്ള വല്ല ആണുങ്ങൾക്കും കാണും 401 കൈയൊക്കെ. എന്നാലൊരു കാര്യം ചെയ്യാം. നീയേ എൻ്റെ പേര് ചേർന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസി അല്ലേ, അതിൻ്റെ കാശ് വാല്യൂ ഇങ്ങ് വിഡ്രോ ചെയ്യും. ഏതായാലും ലോകം അവസാനിക്കുമ്പോഴേ നമ്മളെല്ലാം കൂടെ അല്ലേ സ്വർഗത്തിൽ പോകുന്നു. അവിടെ നിത്യജീവിതമാ, മരണമില്ല. ആ നിലയ്ക്ക് നിനക്കും പിള്ളേർക്കും ഒരിക്കലും ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യാൻ. അയ്യോ, ആ MP കഴിഞ്ഞ മാസം നമ്മളോട് $1000 കടം വാങ്ങിയിട്ടില്ലായിരുന്നു? നിങ്ങൾ വേഗം ഒന്ന് അയാളെ വിളിച്ച് അത് വേഗം കൊണ്ട് തരാൻ പറ. എന്തായാലും ഭാഗ്യത്തിനെ ഈ മാസത്തെ കാറിൻ്റെയും വീടിൻ്റെയും ഒന്നും പേയ്മെൻറ്റ് അടച്ചിട്ടില്ല. ഇനിയോട്ട് അടയ്ക്കാനും പോകുന്നില്ല. സ്വർഗത്തിൽ നമുക്കായിട്ട് വലിയ വീട് ഒരുക്കിയിട്ടില്ലെന്ന്. പിന്നെ നമുക്കെന്തിനാ പഴയ വീട്? ബാങ്കുകാർ കൊണ്ടുപോട്ടെ. ഹലോ, MP അല്ലേ? എടോ, തന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ, ഇവിടെ ഇല്ലേ? എടോ, പിന്നെ മേരിക്കുട്ടിയുടെ കാറിൻ്റെ ടയർ അങ്ങ് പഞ്ചറായി. അതല്ലെന്നേ, മേരിക്കുട്ടിക്ക് ഈ ഇടയായിട്ട് ഓവർ ടൈം കുറവായതുകൊണ്ട് കാശിന് ഇച്ചിരി പരിവാ. താൻ കഴിഞ്ഞ മാസം വാങ്ങിച്ച് ഈ കാശ് ഇങ്ങനെ തന്നായിരുന്നെങ്കിലേ ടയർ മാറ്റിയിടാമായിരുന്നു. ഇപ്പോഴത്തെ ടയറിനൊന്നും പഴയ ക്വാളിറ്റി ഇല്ലെന്നേ, ഒക്കെ മായം ചേർന്ന. അതിപ്പം തൻ്റെ നാട്ടിൽ നിന്നല്ല ഈ ടയറെല്ലാം വരുന്നത്. പശുമ്പാരി വെള്ളം ചേർക്കുന്ന പോലെ റബ്ബർ പാലും ലോഭമില്ലാതെ വെള്ളം അങ്ങ് ചേർക്കുന്നുണ്ടായിരിക്കും. ഏതാടോ ഈ പുതിയ ഈ അവതാരം? എന്തായി? അയാൾ വല്ല ഒഴിഴിവും പറഞ്ഞു കാണും. ഞാൻ അന്നേരം പറഞ്ഞതാ അയാൾക്ക് പൈസ കൊടുക്കരുതെന്ന്. അതങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്കല്ലേ കാശിൻ്റെ വിഷമം അറിയത്തുള്ളൂ. എടി, ഇതൊക്കെ ഞാൻ നേരത്തെ കണക്ക് കൂട്ടിയതാ. ഇതേ കണ്ടോ, നീ നടുവടിച്ച് ഓവർ ടൈം ചെയ്ത് ഉണ്ടാക്കിയതല്ല ഇപ്പം പോയില്ലേ? മെയ് 21-ന് എല്ലാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളറിയാതെ മോടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ബാങ്കിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. അതും ആ ലോക്കറിലിരിക്കുന്ന സ്വർണവും എല്ലാം ഇങ്ങ് എടുത്തോണ്ട് പോരെ. എല്ലാം അവസാനിച്ചാലും നമ്മളുണ്ടാക്കിയത് നമ്മുടെ കയ്യിലിരിക്കട്ടെന്നേ. അത് ശരിയാ. പുള്ളിക്കാരനെ അവസാനം ഈ കണക്ക് പുസ്തകം നോക്കി കുഞ്ഞാടുകളെ വേർതിരിക്കുമ്പം ഈ MBA പോലുള്ള തരികിടെ ഒന്നും മുകളിലോട്ട് കൊണ്ടുപോകത്തില്ല. അവനൊക്കെ ഇവിടെ കിടക്കും. അവനൊന്നും അങ്ങനെ നമ്മുടെ കാശ് കൊണ്ട് ഇവിടെ കിടന്ന് തൂക്കിക്കണ്ട. അത് കാര്യം വേറെ. ബ്രേക്ക്. MP ആയിരിക്കും. അവനെ തട്ടിപ്പാണെങ്കിലും നമ്മുടെ അടുക്ക വേല ഇറക്കത്തില്ല. കാശും കൊണ്ട് വന്നതാ. ഞാൻ പോയി നോക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യഹോവയായ ദൈവമേ, അവിടുന്ന് അധിവസിക്കുന്ന ഈ ഭവനത്തിൽ അടിയനെ എത്തിച്ചതിന് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.
ബ്രദർ മാത്തച്ച, ഈ ഭവനത്തിൽ അധിവസിക്കുന്ന കർത്തൃദാസനെ ദാസിയെ ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. ഇത് നമ്മുടെ കറിയാച്ച ജീവന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെടാൻ യോഗ്യതയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഇത് നമ്മുടെ തോമസ് കുട്ടി, ഇദ്ദേഹത്തിന്റെ മകൻ. പ്രൈസ് ദ ലോർഡ്. ഇത് കർത്താവിന്റെ മണവാട്ടിയാകാൻ കാത്തിരിക്കുന്ന മേരിക്കുട്ടി, തോമസ് കുട്ടിയുടെ ഭാര്യ. ഒരു മാലാഖയുടെ മുഖകാന്തിയുള്ള ഈ സിസ്റ്ററിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് ദൈവം വസിക്കുന്ന ഒരു ഭവനമായിരിക്കുമെന്ന്. പ്രൈസ് ദ ലോർഡ്. കേട്ടോ കറിയച്ചായ, തമ്പി ബ്രദറിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. എൻ്റെ എം പി, ഈ ബ്രദർമാരും സിസ്റ്റർമാരും അമ്മമാരും തോക്കുതാങ്ങുമാരൊക്കെ ഈ ടി വിയിലൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങിക്കുന്ന കാരണം വയസ്സായ എൻ്റെ കണ്ണിന് ഇവരെയൊക്കെ ഇപ്പം തിരിച്ചറിയാൻ പാടാം. എന്തായാലും ഇപ്പം നേരിട്ട് കണ്ടതിൽ സന്തോഷമുണ്ട്. പ്രൈസ് ദ ലോർഡ്. കേട്ടോ ചായ, ഈ വ്യാജന്മാരിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥ ക്രിസ്തുദാസനെ അനുഗ്രഹിക്കപ്പെട്ട ഈ നാട്ടിലേക്ക് യഹോവയായ ദൈവം അയച്ചിരിക്കുന്നത്. അപ്പം ബ്രദറെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള ഭാവികളെയൊക്കെ രക്ഷപ്പെടുത്തി കഴിഞ്ഞോ? പ്രൈസ് ദ ലോർഡ്. അതാ ശ്രദ്ധിച്ച് കേൾക്കൂ, കാഹളനാദം കേൾക്കുന്നില്ലേ? അവൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അറിയിപ്പാണത്. അവൻ വായു വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. മേഘപാളികളിലൂടെ അവൻ വായു വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ. പ്രൈസ് ദ ലോർഡ്. ഇപ്പം ബ്രദറിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? ഹെവൻലി പ്രിന്റ് ഇപ്പൊ ആരാ നോക്കുന്നേ? പ്രൈസ് ദ ലോർഡ്. അവൻ ചൊരിഞ്ഞു തന്ന ദാനങ്ങളൊക്കെയും അവൻ്റെ നാമമഹത്വത്തിനായി വിനിയോഗിക്കാൻ ഞാൻ മറ്റു കർത്തൃദാസന്മാരെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ. അപ്പം ഇവിടുത്തെ വേല പൂർത്തിയാക്കി എന്നത്തേക്ക് നാട്ടിൽ തിരികെ പോകാനാ പരിപാടി? ഹല്ലേലൂയ. ഞാൻ അവൻ്റെ കരങ്ങളിലെ വെറും പണിയായുധം മാത്രം. ഞാൻ എന്ത് ചെയ്യണം എന്നവൻ തീരുമാനിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതായത് കുഞ്ഞാളുകളെ തേടി പാലും തേടി ഒഴുകുന്ന ഈ നാട്ടിൽ കുറേ കാലം കൊണ്ട് കാണുമെന്ന് ചുരുക്കം. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി തിരികെ പോവാൻ തയ്യാറായിരിക്കുമ്പോഴാണ് ക്ഷണഭംഗുരമായി ഈ ലോകത്തിൻ്റെ അന്ത്യത്തെപ്പറ്റിയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളെ തൻ്റെ വാസസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനെ പറ്റിയും കാലിഫോർണിയയിലുള്ള ഒരു ദൈവദാസൻ വെളിപ്പെടുത്തിയത്. പ്രൈസ് ദ ലോർഡ്. അപ്പം തമ്പി ബ്രദറിന് അദ്ദേഹത്തെ പരിചയമുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ആ പ്രവാചകനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ പറ്റിയും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അദ്ദേഹത്തെ നേരിൽ കണ്ട് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനു കൂടിയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തേക്ക് ഞാൻ വന്നത് തന്നെ. അപ്പൊ ലോകാവസാനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത് സത്യമാണോ ബ്രദറെ? തോമസിനെ പോലെ അവിശ്വാസിയാകരുത്. മാർത്തയും മറിയയും പോലെ വിശ്വസിക്കുക സഹോദരി. വിശുദ്ധനായ പ്രവാചകന്റെ നാവിലൂടെ യഹോവയായ ദൈവമാണ് സംസാരിക്കുന്നതെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നോടൊക്കെ ഒറ്റയ്ക്ക് നീ വല്ല കവി സമ്മേളനത്തിൽ പങ്കെടുക്കാറിയാണോ? ഇനി എന്നാ കവി സമ്മേളനം? മെയ് 21 അവസാനിക്കാൻ പോലെ. അപ്പൊ നീ പറഞ്ഞല്ലേ? സൂസി എന്തി പേടിച്ച് വീട്ടിരിക്കുക. അവൾ അപ്പച്ചന്റെ മോളല്ലേ, അവക്ക് ഇതിനകത്ത് യാതൊരു വിശ്വാസമില്ല. ഇതാരാ? ഇദ്ദേഹത്തെ മനസ്സിലായില്ലല്ലോ. എന്റെ ജോലി ഇത് നമ്മുടെ തമ്പി ബ്രദറല്ലേ? താൻ ടി വി ഒന്നും കാണാം. മനസ്സിലായി. നാട്ടിൽ വലിയ ധ്യാന കേന്ദ്രവും കരുണാലയൊക്കെ നടത്തുന്ന നമ്മുടെ ബ്രദർ. ഗ്ലാഡ് ടു മീറ്റ് യു. പ്രൈസ് ദ ലോർഡ് സഹോദര. പ്രൈസ് ദ ലോർഡ്. ഇദ്ദേഹം എല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ കാണാൻ അവസാന നാളുകളിലുള്ള തയ്യാറെടുപ്പിൽ നമ്മെ സഹായിക്കാനും എത്തിയതാണ്. അപ്പം തമ്പി ബ്രദറെ, നിങ്ങളിനി സ്വർഗീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക. ഞാനൊന്ന് നടന്നിട്ട് വരാം. എനിക്ക് ഈ ഭൂമിയും ഇവിടുത്തെ കാറ്റും വിളിച്ചൊക്കെയാണ് ഇഷ്ടം. അപ്പം നമുക്കിനി ഉൽപ്രാവണ നാളിൽ കാണാം, അതായത് വേർതിരിവിൻ്റെ ദിവസം. പ്രൈസ് ദ ലോർഡ്. മല്ലുവാണു താരം, മല്ലുവാണു താരം. മല്ലു